നമസ്കാരം. വീണ്ടും മണിപ്പേച്ചു മലയാളം വീട് വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് നിങ്ങളെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെ ചോദ്യങ്ങളൊക്കെ ഞാൻ ഇന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ട്. വേറെടുത്ത് ചോദിച്ചാൽ അതിന്റെ ഉത്തരം നമുക്ക് വാങ്ങാം. നമസ്കാരം സർ. സർ, ഈ ആഴ്ച സ്വർണത്തിന്റെ ആഴ്ചയാണ്. സ്വർണം കയറിയിരിക്കുന്നു. റോളർ കോസ്റ്റർ പോലെയാണ്. കേറിയിരിക്കുന്നു, പക്ഷേ ഇറങ്ങിയില്ലല്ലോ. ഇല്ല സർ, ഇറങ്ങിയിരിക്കുന്നു. പോയ ശനിയാഴ്ച 1 ഗ്രാം ഗോൾഡ് വന്നിട്ട് 9170 ഇരുന്നു സർ. ഈ ആഴ്ച അതായത് ഈ ശനിയാഴ്ച 1 ഗ്രാം ഗോൾഡ് 9160. പോയ ആഴ്ചയിൽ ഇരുന്ന തിരികെ വന്നിരിക്കുന്നു. പക്ഷെ ഈ ഒരു ആഴ്ച ഗ്യാപ്പിൽ 1 ഗ്രാം 210 രൂപ കയറിയിരിക്കുന്നു. എത്രയും പോയി? 9380 വരെ പോയിരിക്കുന്നു സർ. ഇത് ബുധനാഴ്ചയാണ്. അതെ 380. സർ, 380 പോയിട്ട് തിരികെ 160ക്ക് വന്നു. 1 ഗ്രാം അങ്ങനെ പറയുമ്പോൾ 200 രൂപ വേരിയേഷൻ വരുന്നു അത് സർ. 200 രൂപ എന്ത് വലിയ ഡിഫറൻസ്. നിങ്ങൾ 4000 രൂപയ്ക്ക് 200 രൂപ കയറിയാൽ വിഷമിക്കണം. 5%. 10,000 രൂപയ്ക്ക് 200 രൂപ എങ്കിൽ പറയുമ്പോൾ 2% കൂടെ ഇല്ല. ഡെഫിനറ്റായിട്ട് സ്റ്റോക്കും കൂടെ തന്നെ മുകളിൽ കയറി ഇറങ്ങും. ഇതുപോലെ 2% കയറി ഇറങ്ങി. നിങ്ങളെ ഫിക്സേഷൻ എന്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ 4000 3000 സ്വർണ്ണത്തിൽ തന്നെ ഇരിക്കുന്നു. 3000 രൂപയിൽ 2% പറയുന്നത് 10, 200 രൂപ വീഴുന്നുമായി 8% വീഴുന്നു. 10,000 രൂപയ്ക്ക് 200 രൂപ വീഴുന്നുവെങ്കിൽ 2% തന്നെ വീഴുന്നിരിക്കുന്നു. 2% കയറിയിരിക്കുന്നു, 2% വീഴുന്നിരിക്കുന്നു. 200 രൂപ എന്ന് പറയുമ്പോൾ എന്റെ 2 ദിവസത്തെ ടിഫിൻ കോഫി അതിന് റേഞ്ച് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? 200 രൂപ എന്ന് പറയുമ്പോൾ അത് വില കയറിയിരിക്കുന്നു. സൈക്കോളജിക്കലി യു ആർ നോട്ട് അഡ്ജസ്റ്റഡ് ടു ദി ന്യൂ പ്രൈസ്. അത് സത്യം തന്നെ സർ, അത് ഞാൻ സമ്മതിക്കാം. 3000 രൂപയിൽ 200 രൂപ എന്ന് പറയുമ്പോൾ 8%. ഇന്ന് 10,000 രൂപ 200 രൂപ എന്ന് പറയുമ്പോൾ 2%. നാളെ അത് 12,000 രൂപ പോയെങ്കിൽ ഡെയിലി 200 രൂപ കയറി ഇറങ്ങും. ഇപ്പോൾ നിങ്ങൾ പോയി പാകിസ്ഥാനിൽ പോയി നോക്കിയെന്നുമായി ഡെയിലി 300-400 രൂപ കയറി ഇറങ്ങും. പിന്നെ ഇതിനെ നിങ്ങൾ ഒരറ്റാരിറ്റിയിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ഈ 200-300 എന്ന് പറയുന്നത് ന്യൂ നോർമലാ മാറും. Yes, new ഇറ്റ്സ് normal. ബിക്കോസ് സ്വർണത്തിന്റെ വില കയറിക്കൊണ്ടിരിക്കുന്ന കാരണം അല്ലേ സർ? അതെ. ഓക്കെ. It can also come to 9,000. It can also come to 8,500. 8,500 താഴെ പോയെങ്കിൽ നമ്മൾ വിഷമിക്കണം. സാർ, ഒരു ബേസ് പറഞ്ഞായിരുന്നു. അതെ, ആ ബേസ് വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബേസ് വന്നു എന്ന് പറഞ്ഞ് സാർ വിശ്വസിക്കുന്നു പറയുന്നില്ല. അത് As of today doesn't look gold will crack below ഓക്കെ 85. സർ, ഓക്കെ. ഇപ്പോ ഇരിക്കുന്നതിൽ ആ 85 തന്നെ ബേസ് അല്ലേ? അതെ. ഞാൻ അത് വിശ്വസിക്കുന്നു. ഇപ്പൊ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ഈ ഒരു വോളറ്റാലിറ്റിയിൽ 2% എന്ന് പറയുന്നത് വലിയ വോളറ്റാലിറ്റി ഇല്ല എന്ന് പറയുന്നു. പക്ഷെ വീഡിയോ നോക്കുന്ന പോലെ ഞങ്ങളമാര് ജനങ്ങൾക്ക് വന്നിട്ട് ഒരു സവറിന് 1700 രൂപ എന്ന് പറയുമ്പോൾ 17 ദിവസത്തെ ടിഫിൻ കോഫി റേഞ്ച് എന്നാണ് ഞാൻ കണക്ക് വച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ബിറ്റ്കോയിൻ പോലെ വാങ്ങുന്നത് നിർത്തണം എന്ന് പറയണം ഞാൻ. ഐ എം ട്രൈങ് ടു ടെൽ യു, ഒരു കമോഡിറ്റിയോ ഒരു ഷെയർ പ്രൈസോ എനിക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യില്ല. ഐ ഡോണ്ട് വാണ്ട് ടു സൗണ്ട് അറഗൻറ്റ്. ഞാൻ ഇതിങ്ങനെ നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞ് തന്നെ ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങൾ ഈ 400 ഗ്രാം നേരത്തെ വാങ്ങി വയ്ക്കാൻ പറഞ്ഞത്. ഈവൻ ടുഡേ ഈ ഗ്രാം സവരൻ നോക്കാതെ ഗോൾഡ് ബേസിൽ വാങ്ങിയോണ്ടേ പോയാൽ യു വിൽ അക്യുമുലേറ്റ്. അതിന് തന്നെ ഇപ്പോൾ തങ്കമയിൽ എനിക്ക് ആ ഓണറിനറിയാം, പാടില്ല ഓണർ അറിയാം. മറ്റേ കമ്പനിയെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല. ക്ലിയർ കട്ടാ പറയുന്നു, എനിക്ക് വേറെ കമ്പനിയെക്കുറിച്ച് അറിയത്തില്ല. അവർ വന്നിട്ട് 100 രൂപ 200 രൂപയ്ക്ക് വാങ്ങ്, ഇപ്പം വാങ്ങിക്കോ. ഡിജിഗോൾഡ് അതെ, എപ്പോൾ വേണമെങ്കിലും കഴുത്തിൽ തുണ്ടിട്ട് അവരുടെ അടുത്ത് നിന്ന് വാങ്ങാം. 100 രൂപ 200 രൂപ ഇട്ടുകൊണ്ട് പോയാൽ അറിയൂ വറീഡ് അബൌട്ട്. ഇന്ന് എൻ്റെ അടുത്ത് 200 രൂപ ഇരിക്കുന്ന 200 രൂപ ഇട്. അത് എന്ന് 10,000 കഴിഞ്ഞു പോകുന്നു. ഇത് താണ്ടുമ്പോൾ നാളെ താണ്ടുമ്പോൾ ഇത് എപ്പോഴും താണ്ടും, ഇതൊക്കെ മാറ്റർ അല്ല. നിങ്ങൾ തന്നെ കളിക്കാൻ പോകുന്നു. എവരിഡേ അതിനെ ഇട്ടുകൊണ്ട് പോ. എന്ന് അത് 1 ഗ്രാം മാറുന്നോ അന്ന് നീ അതിനെ എടുത്തോ. അസ്രൈൻ തന്നെ പറഞ്ഞു. നിങ്ങൾ ഒരു 8500 ഗോൾഡ് വന്നിട്ട് ഒന്ന് റീച്ച് ചെയ്യുമെന്ന് പറഞ്ഞു. അത് താണ്ടി എവിടെയോ വന്നു നമ്മൾ. എക്സ്പെക്ടേഷൻ്റെ മുകളിൽ കയറിയിരിക്കുന്നു. വാട്ട് ഈസ് യുവർ ന്യൂ നമ്പർ ഓൺ ഗോൾഡ് സർ? പുതിയതായിട്ട് ഒരു നമ്പർ പറയൂ സർ, എത്രയും പോകാൻ ചാൻസ് ഇരിക്കുന്നു? നിങ്ങൾ ഈ കൊല്ലത്തിന്റെ അകത്ത് 8500 പോകാൻ ചാൻസ് ഇരിക്കും എന്ന് പറഞ്ഞു. എപ്പോ തീർന്നു പോയി? അവിടെ നിന്ന് കയറും. എന്തെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോ, അതായത് 2 തന്നെ. അമേരിക്കയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കയറിയാൽ തന്നെ ഗോൾഡ് കുറയും. ഇന്ന് ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. അറ്റ് സം സ്റ്റേജ് ഇൻട്രസ്റ്റ് റേറ്റ് ഹാസ് ടു ബി കം ഫ്രം 4.25 ടു 4.5 2.5 ടു 2.75 വരെ പോകാൻ ഇരിക്കുന്നു. അമേരിക്കയിൽ 2% ഇൻട്രസ്റ്റ് റേറ്റ് ഇറങ്ങണം ഫ്രം ഫോർ നെക്സ്റ്റ് 18 months. ഇത് പോയെങ്കിൽ ഗോൾഡ് വിൽ ഗ്രോ സബ്സ്റ്റാൻഷ്യലി. ഇതില്ല. ഇന്നൊരു കാര്യം, അമേരിക്കയിൽ വിലവാശിയൊക്കെ കയറാൻ തുടങ്ങി.
അങ്ങനെ നടന്നാൽ കൂടെ ഗോൾഡ് കയറും. രണ്ടും ഗോൾഡ് കയറാൻ തന്നെ എനി മാക്രോ എക്കണോമിക് സിറ്റുവേഷൻ അപ്പോൾ ഗോൾഡിന് ഫേവറബിൾ ആയി തന്നെ ഇരിക്കുന്നു. ഓക്കെ സാർ, ഇപ്പോൾ 9300 എന്ന റേഞ്ചിൽ ഇരിക്കുന്നത് സാർ 18 months ഫ്രം നൗ 11,000 പോകുമെന്ന് നമുക്ക് എടുക്കാമോ സാർ? 18 മന്ത്സിൽ 10,750 to 11,000 പ്ലസ് ടാക്സസ് പോകാൻ ചാൻസ് ഇരിക്കുന്നു. സോ പുതു സ്റ്റാമ്പ് പുതു റേറ്റ് 18 മന്തിന്റെ ശേഷം. അതെ, 18 മന്തിന്റെ കഴിഞ്ഞ് തന്നെ സാർ. നിങ്ങൾ പറഞ്ഞ ഈ 8,500 18 മന്ത്സ് കഴിഞ്ഞെന്നാണ് പറഞ്ഞത് അപ്പോഴും. പക്ഷെ അത് സാർ പറഞ്ഞ ഒരു 6 മാസത്തിൽ നടന്നായിരുന്നു. പക്ഷെ ഇത് കുറച്ച് സമയം എടുക്കും. എന്തെന്ന് വെച്ചാൽ അമേരിക്കയിൽ എപ്പോൾ റേറ്റ് കട്ട് വരുന്നു, റോം പോൽ ചെയ്യാതെ ഇരുന്നാൽ ടൈറ്റ് റേഞ്ച് അടുത്ത മെയ് വരെ ഇരിക്കും. ഓക്കെ, മുമ്പ് വിടുമോ സാർ ഇതിന്? അമ്പ എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് ചെയ്തോണ്ടേ ഇരിക്കുന്നല്ലേ സാർ? ചെയ്തോണ്ടേ ഇരുന്ന ബിൽഡിംഗ് എല്ലാം വേണമെങ്കിൽ കെട്ടിക്കോ, ആ റേറ്റിനെയും കുറച്ചോ. അങ്ങനൊന്നും ഇല്ല സാർ. നാളെ എന്ത് പേടിക്കുന്നു വെച്ചാൽ സെപ്റ്റംബർ മാസത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് കയറിയെങ്കിൽ, ഇൻഫ്ലേഷൻ കയറിയെങ്കിൽ എങ്ങനെയാണെങ്കിൽ കുറയ്ക്കാൻ പറ്റും. ഓക്കെ, സോ ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ടാരിഫിൻ്റെ ഇമ്പാക്റ്റ് എപ്പോൾ കോമൺ മാനിൻ്റെ പബ്ലിക് പേജിൽ വരുമെന്നാണ്. അത് നമ്മൾ അറിയുന്നവരേക്കും ഗോൾഡിന്റെ ഡയറക്ഷൻ പറയുന്നത് വളരെ കഷ്ടമാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ റീസെന്റ് ടൈംസിൽ നോക്കുമ്പോൾ ട്രംപ് ഇതിന്റെ ശേഷം ജെറോം പോലെടുത്ത് ചണ്ടയിടാൻ പറ്റത്തില്ല, കുറച്ച് സോഫ്റ്റാ പോയി തന്നെ ആര്യ നടത്തുമെന്ന് എനിക്കൊരു തോട്ട് ഇരിക്കുന്നു സാർ. ജൂണിന്റെ ശേഷം തന്നെ. ഓക്കെ സാർ, ഫൈൻ. റിയൽ ആൻഡ് ആക്ച്വൽ എന്ന് പറയുന്നത് ജൂൺ 2026 തന്നെ വരും. ഇഫ് ദർ ഈസ് നോ ക്രൈസിസ് ഇതിങ്ങനെ തന്നെ പോവും. പുതിയ നമ്പർ 11,000 ബ്രേക്ക് ചെയ്യേണ്ട ചാൻസ് ഇരിക്കുന്നു. വളരെ വ്യക്തമായിട്ടിരിക്കുന്നു. 10 months എന്ന് സാർ പറയുന്നു. സാർ മുമ്പേ പറഞ്ഞതുപോലെ നോക്കുമ്പോൾ അത് ഒരു 6 മാസത്തിൽ വരണമെന്ന് ഞങ്ങൾ അങ്ങനൊക്കെ പറയാൻ പറ്റത്തില്ല. ഞങ്ങളെ സൈഡിൽ ഞാൻ ഇത് പറയുന്നത് തന്നെ ഞാൻ പറയുന്നത് മാർക്കറ്റിൽ വന്നിട്ട് ഹോപ്പ്, ഫിയർ, ഗ്രീഡ് ഇതൊക്കെ എടുത്തു ചേർന്ന് ഇതൊക്കെ വിടുന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ സാർ, യു സ്റ്റാർട്ട് ഹോപ്പിംഗ്. അപ്പോൾ അത് പോയില്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു പേടി, പോയെങ്കിൽ അതിപ്പോൾ 85 പറഞ്ഞു, അത് പോയെങ്കിൽ അത് പോയതിന് ശേഷം അടുത്ത നമ്പറിന് കണ്ട ഗ്രീഡ് വരുന്നില്ലേ. സോ മാർക്കറ്റ് ഹാസ് ടു ടേക്ക് ഇറ്റ് ഓൺ കോഴ്സ്. ഓക്കെ സാർ, ഫൈൻ. സാർ ചില സ്ഥലങ്ങളിൽ സാർ പറയുമ്പോൾ നഹാറ്റ് വാങ്ങാനാണ് പറയുന്നു, അതായത് ഒരു ജുവലായിട്ട് വാങ്ങാനാണ് പറഞ്ഞിരിക്കുന്നു, പിന്നെ ഗോൾഡ് പീസ് ആയിട്ട് വാങ്ങാൻ പറഞ്ഞിരിക്കുന്നു. എന്നെ മനസ്സിലാക്കാൻ പറ്റത്തില്ലേ സാർ? സ്വർണത്തിന് എന്തുകൊണ്ടാണ് ഒരു ജുവലായിട്ട് വാങ്ങാൻ പറയണമെന്ന് വെച്ചാൽ, നിനക്ക് അത്യാവശ്യമായിട്ട് പ്ലഡ്ജ് ചെയ്യണമെങ്കിൽ പ്ലഡ്ജ് ചെയ്യാം. ഗോൾഡ് ബീസിൽ പ്ലഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല, വിൽക്കാൻ തന്നെ പറ്റും. നിങ്ങൾ വിറ്റുകൊണ്ട് വാങ്ങണം. അത്രയും തന്നെ ഡിഫറൻസ്. ഓൾഡ് പീസ് ഇരുന്നെങ്കിൽ അതിനെ വിറ്റുകൊണ്ട് സ്വർണമായിട്ട് വാങ്ങി വയ്ക്കാന്നല്ലേ സാർ പറയുന്നു? എന്തെന്ന് വെച്ചാൽ അറ്റ് സം ടൈം സ്വർണത്തിന് വിൽക്കണമെന്ന് പറഞ്ഞ് വീട്ടിൽ സമ്മതിക്കത്തില്ല. എന്തുകൊണ്ടതിന് വിൽക്കുന്നു എന്ന് ചോദിക്കും. ഗോൾഡ് പീസിനെ പ്ലഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. ഓൾഡ് പീസ് എങ്കിൽ ഞാൻ ആരടുത്തും പറയാതെ സീക്രട്ട് ആയിട്ട് വിൽക്കും സാർ. നീ വിൽക്കും, പക്ഷെ എൻ്റെ വൈഫിനടുത്ത് നിറയെ പേർ പറഞ്ഞു വെച്ചിരിക്കും. അക്കൗണ്ടും തൊടാൻ പറ്റത്തില്ല സാർ. അതെ, തൊടാൻ പറ്റത്തില്ല. രണ്ടാമത് മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്വർണത്തിൻ്റെ വില ഭയങ്കരമായിട്ട് കയറിയെങ്കിൽ ഗവൺമെൻറ് വിൽ ഇൻട്രൊഡ്യൂസ് സം റെസ്ട്രിക്ഷൻസ്. ഓൾറെഡി ഗോൾഡ് ലോണൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ തുടങ്ങി. ആ റെസ്ട്രിക്ഷൻ വരുന്ന സമയം ഗോൾഡ് ഫുൾ ഫിറ്റ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വർണം വന്നുവെങ്കിൽ അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു എന്നറിഞ്ഞാൽ അപ്പോൾ നിൻ്റെ ഗോൾഡിനെ പ്രൊട്ടക്ട് ചെയ്ത് വയ്ക്കാൻ ഓർണമെൻ്റ് ആയിരുന്നെങ്കിൽ ബെറ്റർ. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം എന്തെന്ന് വെച്ചാൽ, ഞങ്ങൾ ഒരു 8 ലക്ഷം 10 ലക്ഷത്തിന് ഗോൾഡ് ബീസേ വാങ്ങി വെച്ചിരിക്കുന്നു, ഇപ്പൊ പെട്ടെന്ന് സാർ വന്നിട്ട് ഗോൾഡ് വന്നിട്ട് സ്വർണമായിട്ട് ഇരുന്ന ബെറ്റർ എന്ന് പറയുന്നു. അതിപ്പോ എങ്ങനെ മനസ്സിലാക്കാമോ സാർ? ഒരു പർട്ടിക്കുലർ എമൗണ്ട് വന്നതിന് ശേഷം അതിനങ്ങ് സ്വർണം ഓർണമെന്റ് ആയിട്ട് വാങ്ങിച്ചു വെക്കും. അത് സേഫ്റ്റിയാണ്. ഇത് കാരണം ഞാൻ ഗോൾഡ് പീസ് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ട്രസ്റ്റ് ഇഷ്യൂ അല്ല, സേഫ്. ആൻഡ് സാർ അടുത്തിരുന്ന് പഠിച്ചതിൽ ഞാൻ പറയുന്നത് കറക്റ്റാന്ന് മാത്രം സാർ പറയൂ സാർ. 50,000 60,000 രൂപയ്ക്ക് ഡെയിലി സാർ പറയുന്നത് പോലെ ടിഫിൻ കോഫി റേഞ്ചിൽ തന്നെ വാങ്ങി 60,000-70,000 ചേർന്ന ഉടനെ അതിനെ പെട്ടെന്ന് 1 പൗന മാറ്റി വെച്ചു യൂസ് ചെയ്യൂ എന്ന് പറയുന്നു അല്ലേ സാർ? കറക്റ്റാ സാർ? ഈ സ്ട്രാറ്റജി കറക്റ്റ് ആയിട്ട് ഇരിക്കുമോ? ഇത് തന്നെ കറക്റ്റ്. ഇത് കറക്റ്റ്. ഇത് എന്നെ പൊറുത്തവരേക്കും കറക്റ്റ്. ഇത് നടക്കുമോ നടക്കത്തില്ല എന്ന് എനിക്കറിയത്തില്ല. അല്ല, പറയുന്ന സേഫ് ഫോർ ബെറ്റിന് ഇത് പറയുന്നു. ഇവർ ചോദിച്ച ചോദ്യത്തിന് ഇത് തന്നെ ഉത്തരമെന്ന് ഞാൻ മനസ്സിലാക്കി തന്നെ സാർ എടുത്തെന്ന് ഞാൻ കൺഫർമേഷൻ വാങ്ങി. ഓക്കെ സാർ.